തന്നെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര നാറ്റ്പാക് സംഘം. കല്ലടിക്കോട് ദേശീയപാത പനയമ്പാടം കാട്ടുശ്ശേരി അയ്യപ്പൻകാവിന് സമീപം പ്രധാന അപകടങ്ങൾ നടന്ന സ്ഥലങ്ങൾ പരിശോധന നടത്തിയാണ് കേന്ദ്ര നാറ്റ്പാക് സംഘത്തിന്റെ നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്നുള്ള നാറ്റ്പാക് സംഘവും പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. കാർ അപകടത്തിൽ 5 പേർ മരിച്ച കാട്ടുശ്ശേരി ഭാഗവും നിരവധി അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള പനയമ്പാടം ഭാഗവുമാണ് പ്രധാനമായും പരിശോധിച്ചത്. ദേശീയപാതയിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടെന്ന് നാറ്റ്പാക് സംഘം പറഞ്ഞു. ചിലയിടത്ത് ആവശ്യമായ വീതി റോഡിനില്ല, എന്നാൽ ചിലയിടങ്ങളിൽ കൂടുതലുമുണ്ട്. പനയമ്പാടത്ത് പ്രധാനമായി 500 മീറ്റർ ദൂരം അപകട മേഖല തന്നെയാണെന്ന് സംഘം വിലയിരുത്തി. ഇറക്കത്തിൽ ഇറങ്ങി വരുന്ന വാഹനങ്ങളുടെ വേഗത കുറയുകയും കയറിപ്പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായി കയറിപ്പോകാനും കഴിയുന്ന രീതിയിൽ വേണം. സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. വെളിച്ചക്കുറവുമുണ്ട്. ഇരുവശങ്ങളിലും പാർക്കിംഗ് ഒഴിവാക്കണം. റോഡിൽ പല ഭാഗത്തും വെള്ളക്കെട്ടുകളുണ്ട്. മഴവെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം വേണം. റോഡിന്റെ വശങ്ങളിലുള്ള കലുങ്കിൽ പോരായ്മകളുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കണം. പരിഹാരങ്ങൾക്കായി അനുവദിച്ച 1,35,00,000 രൂപ തികയാതെ വരും. അതിനായി കൂടുതൽ തുക ദേശീയപാത അതോറിറ്റി നീക്കിവെക്കേണ്ടി വരുമെന്ന് നാറ്റ്പാക് പ്രിൻസിപ്പൽ ഗവേഷകൻ സഞ്ജയ് കുമാർ പറഞ്ഞു. ജൂനിയർ ഗവേഷകരായ ഗൗതം സാരംഗ്, PP ഷിജിത്ത്, മണ്ണാർക്കാട് ഗതാഗത വകുപ്പ് ഇൻസ്പെക്ടർ PM രവികുമാർ, പൊതുമരാമത്ത് വകുപ്പ് NH വിഭാഗം AEP സ്മിത, മണ്ണാർക്കാട് DYSP M സന്തോഷ് കുമാർ, കല്ലടിക്കോട് ഇൻസ്പെക്ടർ GS സജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ഥലത്തുള്ള അപകടങ്ങൾ കൂടുതൽ കാരണം ട്രാഫിക് IG-യുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നാറ്റ്പാക്കും അതുപോലെ നമ്മുടെ RTO വിഭാഗം NH വിഭാഗം എല്ലാവരും ചേർന്ന് നമ്മുടെ റോഡിൻ്റെ അപകടാവസ്ഥയിലുള്ള കാരണം പരിശോധിക്കുന്നതിനെത്തിയതാണ്. തിരുവനന്തപുരത്ത് നിന്ന് സഞ്ജയ് സാറാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ 2 സ്ഥലങ്ങളും നമ്മുടെ അപകടം നടന്ന 2 സ്ഥലങ്ങളും പരിശോധിച്ചു. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ സാറ് പറഞ്ഞത്, അതുപോലെ തന്നെ അത് ഒരു പ്രപ്പോസലായിട്ട് ഞങ്ങൾ ഓക്കെ. നമ്മളിപ്പോൾ ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു വിസിറ്റാണ് ഇവിടെ നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ നാറ്റ്പാക് കോഴിക്കോട് ഓഫീസിൽ അന്വേഷിച്ചിട്ടുമുണ്ട്. ഇവിടെ SPCയുടെ നേതൃത്വത്തിലായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിയെ പറ്റി പറയുവാണെങ്കിൽ റോഡിൻ്റെ വീതി കുറവെന്നോ കൂടുതലെന്നോ പറയാവുന്ന കാര്യങ്ങളുണ്ട്. ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിശകലനമാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പനയമ്പാടത്തിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഏകദേശം 500 മീറ്ററാണ് ഒരു ക്രാഷ് പ്രോൺ അപകട സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അതിൽ കൂടുതലും ഉണ്ട്, ഇല്ലന്നല്ല. എന്നാലും ഈ 500 മീറ്ററാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് തൽക്കാലം കണ്ടിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രപ്പോസൽസ് പറഞ്ഞു. ഓൾറെഡി ഇപ്പോൾ മീഡിയം വയ്ക്കുന്ന റോഡ് ഡിവൈഡർ വയ്ക്കുന്ന ഒരു പ്രപ്പോസൽസ് കൊണ്ടെന്ന് PWD സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും വേണ്ടത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് അത്യാവശ്യത്തിനുള്ള വീതി ഇവിടെ കാണുന്നുണ്ട്. ഒരു സൈഡിൽ നമുക്കൊരു ഓവർടേക്ക് ചെയ്യാനുള്ള വീതികളുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ അത് കടപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ഡിവൈഡർ നമുക്ക് കൊടുക്കാം. അതൊന്നും സ്വാഭാവികമായിട്ടും ഒരു ഇറക്കമാണല്ലോ, നല്ലൊരു ഇറക്കം കാണുന്നത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുക എന്നുള്ള ഒരു അത്യന്താപേക്ഷമായ ഒരു കാര്യമാണ്. അതേസമയം ലോഡ് കയറി വരുന്ന വാഹനങ്ങൾ കയറി വരുന്നത് കൊണ്ട് അവരുടെ വേഗം നമുക്ക് ഒരുപാടങ്ങ് കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈഡർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ് ഓൺ കൊളിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഒരു വശത്തേക്കുള്ള വേഗത കുറയ്ക്കാനും പറ്റും. അതൊരു നല്ലൊരു സൊല്യൂഷൻ രീതി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഈ പാർക്കിംഗ് പോലുള്ള കാര്യങ്ങൾ മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുക, സൈഡിൽ നിന്നുള്ള റോഡുകളുടെ ഇത് കുറയ്ക്കുക, പിന്നെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ കാണുന്ന ഒരു പ്രപ്പോസൽസ് കാണുന്നുണ്ട്. അതെല്ലാം എന്തായാലും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഓടകളിലേക്ക് വെള്ളം എത്രയും പെട്ടെന്ന് ഒഴുകിയെത്താനുള്ള ഫെസിലിറ്റേഷൻ അതെല്ലാം PWD സൈഡിൽ നിന്ന് അവർ ചെയ്യുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അതുകൂടെ കലിങ്കിൻ്റെ അവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. അത് ബസ് സ്റ്റോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രപ്പോസൽ പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നതായിട്ട് കണ്ടു. അതും ശരിക്കും വേണ്ടത് തന്നെയാണ്. നിലവിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇരിക്കുന്ന ഒരു വളവിലും ഇറക്കത്തിലുമാണ്. അതൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇത്രയും നല്ലത് കാര്യം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ജനറലി കണ്ടിട്ടുള്ളത്. അതോടൊപ്പം ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. രാത്രിയിൽ ലൈറ്റ് പൊതുവെ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിഷയം ഒന്നും കാണുന്നില്ല. അതും അതിൻ്റെ രീതിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ഫണ്ട് കിട്ടിയെന്ന് പറയുന്നു. ആ ഫണ്ട് രീതിയിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം. അതോടൊപ്പം സേഫ്റ്റിയും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അൾട്ടിമേറ്റ്ലി റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ആൾക്കാരുടെയും വാഹനങ്ങളുടെയും ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് ഒക്കെ ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുക. അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് നോക്കാം.